ഉൾപ്പെടെയുള്ള രാജ്യത്തെ സംസ്ഥാനങ്ങളിൽ വോട്ടർ പട്ടിക പ്രത്യേക തീവ്ര പുനഃപരിശോധന SIR തിടുക്കപ്പെട്ട് നടപ്പാക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയക്ക് തന്നെ വെല്ലുവിളി ഉയർത്തുന്ന ഒരു നീക്കമാണിത്. ഈ നീക്കത്തിൻ്റെ അപകടം ചൂണ്ടിക്കാട്ടി കേരള നിയമസഭ നേരത്തെ ഐകകണ്ഠ്യേന പ്രമേയം അംഗീകരിച്ചതാണ്. SIR നടപ്പാക്കുന്നതിൽ നിന്ന് പിന്തിരിയണമെന്നും സുതാര്യമായ വോട്ടർ പട്ടിക പുതുക്കൽ നടക്കണമെന്നുമാണ് നിയമസഭ ആവശ്യപ്പെട്ടിരുന്നത്. രാഷ്ട്രീയ പാർട്ടികളുടെയും സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ തന്നെയും അഭിപ്രായം അവഗണിച്ചാണ് SIR നടപ്പാക്കുമെന്ന തീരുമാനം ഇപ്പോൾ എടുത്തിട്ടുള്ളത്. സംസ്ഥാനത്ത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിപ്പോൾ പ്രായോഗികമല്ല എന്ന് സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തന്നെ അഭിപ്രായപ്പെട്ടതാണ്. അപ്പോൾ ഈ തീരുമാനം ശക്തമായി എതിർക്കപ്പെടേണ്ട ഒന്നാണ്. അതിൻ്റെ ഭാഗമായി ഒട്ടേറെ ആശങ്കകൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ തുടർ നടപടികൾ ആലോചിക്കുന്നതിനായി ഒരു സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ നവംബർ 5 4 മണിക്ക് ആ സർവകക്ഷി യോഗം ചേരാനാണ് മന്ത്രിസഭ തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം അഗ്നിരക്ഷാ സേവന വകുപ്പിൽ സ്റ്റേഷൻ ഓഫീസർ തസ്തികയിൽ വനിതകളെ നിയമിക്കുന്നതിന് പുതുതായി 12 വനിതാ സ്റ്റേഷൻ ഓഫീസർ തസ്തികകൾ സൃഷ്ടിക്കാമെന്ന് കണ്ടിട്ടുണ്ട്. ഇപ്രകാരം സൃഷ്ടിക്കുന്ന തസ്തികകളിൽ 50% PSC വഴി നേരിട്ടും 50% ഇപ്പോൾ സർവീസിലുള്ള വനിതാ ഫയർ ഓഫീസർമാരിൽ നിന്നും നിയമനം നടത്തും. കോട്ടയം ജില്ലയിലെ കുട്ടിക്കല്ലുണ്ടായ പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട 25 പേർക്ക് ഒരാൾക്ക് വീടുൾപ്പെടെ പരമാവധി 7 സെൻറ്റ് എന്ന വ്യവസ്ഥയിൽ സൗജന്യമായി കൈമാറുന്ന വസ്തുവിൻ്റെ രജിസ്ട്രേഷന് മുദ്രവിലയും രജിസ്ട്രേഷൻ ഫീസിലും ഇളവ് നൽകുകയാണ്. 26,78,739 രൂപയുടെ ഇളവാണ് ഇതിലൂടെ ലഭ്യമാവുക. അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായുള്ള ഒരു വീഡിയോ ഇപ്പോൾ ക്യാബിനറ്റ് ആകെ കാണുകയുണ്ടായി. അതിൽ എറണാകുളത്തുള്ള ഒരു കുടുംബമായിരുന്നു അതിൽ ഉൾപ്പെടാൻ ബാക്കിയുണ്ടായിരുന്നത്. അതുകൂടി ഉൾപ്പെട്ട് 100% നില ഇന്ന് കൈവരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഔദ്യോഗികമായ പ്രഖ്യാപനം നവംബർ 1 നടത്തുന്നതാണ് കണ്ടിട്ടുള്ളത്. അത് നിയമസഭയിൽ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ധാരണാപത്രം ഒപ്പിട്ടപ്പോൾ അതുമായി ഒട്ടേറെ വിവാദങ്ങളും ആശങ്കകളുമൊക്കെ ഉയർന്നു വന്ന സാഹചര്യം കണക്കിലെടുത്ത് ആ പദ്ധതി നടപ്പാക്കുന്നത് സംബന്ധിച്ച് റിവ്യൂ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ കാര്യം പരിശോധിച്ച്
റിപ്പോർട്ട് ലഭ്യമാക്കുന്നതിന് 7 അംഗങ്ങളുള്ള ഒരു മന്ത്രിസഭാ ഉപസമിതിയും രൂപീകരിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് റോഷി അഗസ്റ്റിൻ, പി രാജീവ്, റോഷി അഗസ്റ്റിനെ ഞാൻ പറഞ്ഞോ? അല്ല, നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി അധ്യക്ഷൻ, പിന്നെ കെ രാജൻ, പ്രസാദ് അഗ്രികൾച്ചർ മിനിസ്റ്റർ, നിയമമന്ത്രി പി രാജീവ്, റോഷി അഗസ്റ്റിൻ, കെ കൃഷ്ണൻകുട്ടി, എ കെ ശശീന്ദ്രൻ, ഇങ്ങനെ 7 അംഗങ്ങളുള്ള കമ്മിറ്റിയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ മില്ലുടമകളുമായി ഒരു ചർച്ച നടന്നിരുന്നു. നെല്ല് സംസ്കരണ മില്ലുടമകൾക്ക് 2022-23 സംഭരണ വർഷം ഔട്ട് ടേൺ റേഷ്യോയുമായി ബന്ധപ്പെട്ട് നൽകാനുള്ള നഷ്ടപരിഹാര തുക 63,37,00,000 രൂപ, അത് അനുവദിക്കുന്ന കാര്യം തത്വത്തിൽ അംഗീകരിച്ചു. തീരുമാനിക്കേണ്ടത് മന്ത്രിസഭയാണ്. മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വിടാമെന്ന് സമ്മതിച്ചു. കേന്ദ്രം നിശ്ചയിച്ച 68% എന്ന ഔട്ട് ടേൺ റേഷ്യോയിൽ മാറ്റം വരുത്താൻ സംസ്ഥാനത്തിന് അധികാരമില്ല. എന്നാൽ ഇവിടുത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ ഈ പറയുന്ന രീതിയിൽ റേഷ്യോ ലഭിക്കുന്നില്ല എന്നത് മൊത്തത്തിൽ പരാതിയായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ മാറ്റം വേണം എന്നതാണ് പൊതുവെ കാണുന്നത്. സംസ്ഥാന സർക്കാരിനും ആ അഭിപ്രായം തന്നെയാണുള്ളത്. അതിൻ്റെ ഭാഗമായി ഈ 68% എന്ന ഔട്ട് ടേൺ റേഷ്യോ കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. സംസ്ഥാനത്തിന് ഏകപക്ഷീയമായി ചെയ്യാൻ കഴിയുന്നതല്ല, കേന്ദ്രമാണ് ചെയ്യേണ്ടത്. അത് കേന്ദ്രത്തോട് ആവശ്യപ്പെടാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് മില്ലുടമകൾക്കുണ്ടാകുന്ന നെല്ല് സംഭരിക്കുമ്പോൾ, അത് അരിയാക്കുമ്പോൾ മില്ലുടമകൾക്കുണ്ടാകുന്ന നഷ്ടം അത് നികത്തുന്നതിനാവശ്യമായ ധനസഹായം നൽകുന്നതിന് സർക്കാർ തയ്യാറായാൽ അതിൽ ഇടപെടില്ല എന്ന നിലപാട് നേരത്തെ തന്നെ ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഇന്നെത്തിച്ചേർന്ന ചില ധാരണ അങ്ങനെയൊരു നഷ്ടം സംഭവിക്കുന്നത് കണക്കാക്കി ആ നഷ്ടം നികത്തി കൊടുക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നാണ്. അത് സപ്ലൈകോയും മില്ലുടമകളും തമ്മിൽ ചർച്ച ചെയ്ത് ഒരു നിലപാടിലേക്ക് എത്തും. അതേപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ലഭിക്കുന്നില്ല എന്ന പരാതി അവർക്കുണ്ടായിരുന്നു. ആ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് അനുവദിച്ച് നൽകാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോൾ അത് സംബന്ധിച്ച് തീരുമാനമായി എന്നാണ് അറിയുന്നത്. അത് ലഭിക്കുന്ന മുറക്ക് അത് മുഴുവനായി മില്ലുടമകൾക്ക് ഇത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായുള്ള ചെലവിലേക്ക് നൽകുന്നതിനാണ് നിശ്ചയിച്ചിട്ടുള്ളത്. വേറൊരു കാര്യം, പൊതുവെയുള്ളൊരു കാര്യമാണ്, കേരളത്തിന് പൊതുവിൽ സന്തോഷം നൽകുന്ന കാര്യമായിരിക്കുമെന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. 2016 തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് അധികാരത്തിൽ വന്ന സർക്കാരിന് ജനങ്ങൾ നൽകിയ വലിയ പിന്തുണയിലാണ് 2021 തുടർ ഭരണമുണ്ടായത്. 5 വർഷം നടപ്പാക്കിയ വികസന ജനക്ഷേമ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലതയോടെ
തുടരാനുള്ള ജനവിധിയാണ് 2021 ലഭിച്ചത്. അപ്പോൾ 2016 മുതൽ ഇതുവരെയുള്ള 10 വർഷക്കാലത്തോളമുള്ള ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഓരോന്നും നടപ്പാക്കിയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഓരോ വർഷവും നടപ്പാക്കുന്ന കാര്യങ്ങൾ പ്രോഗ്രസ് റിപ്പോർട്ടായി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന നിലയാണ് സർക്കാർ സ്വീകരിച്ചിരുന്നത്. ഇത് രാജ്യത്ത് തന്നെ ഏറ്റവും സുതാര്യവും മാതൃകാപരവുമായ ഭരണ സമീപനമാണ് എന്ന് പൊതുവെ എല്ലാവരും അംഗീകരിച്ച കാര്യമാണ്. 2021 സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അതിദാരിദ്ര്യം പൂർണ്ണമായി നിർമ്മാർജ്ജനം ചെയ്യുക എന്ന വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് അംഗീകരിച്ചത്. നേരത്തെ പറഞ്ഞു, ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ നമുക്കായി. ഈ കേരളപ്പിറവി ദിനത്തിൽ നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ അതിദരിദ്രമുക്ത സംസ്ഥാനമായി ഔപചാരികമായി കേരളം ഉയർത്തപ്പെടുകയാണ്. ഇത് നമ്മൾ കാണേണ്ടത് രാജ്യത്തെ ഏക സംസ്ഥാനം എന്നുള്ളത് മാത്രമല്ല, ലോകത്ത് തന്നെ അപൂർവം പ്രദേശങ്ങൾ മാത്രമേ ഇത്തരത്തിൽ അതിദാരിദ്ര്യമുക്തമായതുള്ളൂ. അപ്പോൾ ആ പട്ടികയിലേക്ക് നമ്മുടെ സംസ്ഥാനം ഉയരുകയാണ്. സമൂഹത്തിൽ ഏറ്റവും കഷ്ടത അനുഭവിക്കുന്നവരുടെ കൈപിടിച്ചുയർത്തുക എന്ന മഹത്തായ ലക്ഷ്യമാണ് നാം നേടുന്നത്. ഇത് ലോകമാകെ അംഗീകരിക്കുന്ന കേരള മാതൃകയ്ക്ക് കൂടുതൽ തിളക്കം നൽകുന്ന നേട്ടമാണ്. കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഉപരോധം തീർത്ത് ഞെരിക്കാൻ ശ്രമിക്കുമ്പോഴും സംഘടിതമായ ഒട്ടേറെ വ്യാജ പ്രചാരണങ്ങളിലൂടെ വലതുപക്ഷ ശക്തികൾ സർക്കാരിനെ തകർക്കാൻ ശ്രമിക്കുമ്പോഴും അതിനെയെല്ലാം അതിജീവിച്ചാണ് ഈ നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മുടെ വികസന മാതൃക കേവലം സാമ്പത്തിക കണക്കുകളുടേതല്ല, അത് മാനവികതയിൽ അധിഷ്ഠിതമാണ്. സർക്കാരിന് മുന്നിൽ പലതരത്തിലുണ്ടായ തടസ്സങ്ങൾ, പ്രതിസന്ധികൾ അതാകെ വിശദീകരിക്കാൻ ഈ അവസരം ഉപയോഗിക്കുന്നില്ല. പക്ഷേ അവയെല്ലാം മറികടന്ന് ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേത് സ്ത്രീ സുരക്ഷയ്ക്ക് പുതിയ പദ്ധതി ആരംഭിക്കുന്നതാണ്. സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ ഗുണഭോക്താക്കൾ അല്ലാത്ത ട്രാൻസ് വുമൺ അടക്കമുള്ള പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് എല്ലാ മാസവും സാമ്പത്തിക സഹായം ഈ പദ്ധതിയിലൂടെ ഉറപ്പാക്കും. 35 മുതൽ 60 വയസ്സ് വരെയുള്ള നിലവിൽ ഏതെങ്കിലും സാമൂഹ്യക്ഷേമ പെൻഷൻ ലഭിക്കാത്ത AAY മഞ്ഞ കാർഡ്, PHH മുൻഗണനാ വിഭാഗം പിങ്ക് കാർഡ്, ഈ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ വീതം
സ്ത്രീ സുരക്ഷാ പെൻഷൻ അനുവദിക്കും. ഇത്രയും സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ വീതം സ്ത്രീ സുരക്ഷാ പെൻഷൻ അനുവദിക്കുമ്പോൾ 33,34,000 സ്ത്രീകൾ ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളാകും എന്നാണ് കണക്കാക്കുന്നത്. പ്രതിവർഷം ഈ 1000 രൂപ പ്രതിമാസം നൽകുമ്പോൾ പ്രതിവർഷം 3800 കോടി രൂപ ഈ പദ്ധതിക്ക് സർക്കാർ ചെലവിടും. ഇതാണ് ഒരു ഭാഗം. മറ്റൊരു ഭാഗം യുവതലമുറക്ക് കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പാണ്. വിദ്യാർത്ഥികൾക്ക് മികച്ച ജോലി ലഭിക്കാൻ സ്റ്റൈപ്പൻഡ് അല്ലെങ്കിൽ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതി ആരംഭിക്കും. പ്രതിവർഷ കുടുംബ വരുമാനം 1,00,000 രൂപയിൽ താഴെയുള്ള +2, ITI, ഡിപ്ലോമ, ഡിഗ്രി ഈ പഠനത്തിന് ശേഷം വിവിധ നൈപുണ്യ കോഴ്സുകളിൽ പഠിക്കുന്നവരോ വിവിധ ജോലി മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരോ ആയ 18 മുതൽ 30 വയസ്സ് വരെയുള്ള യുവതി യുവാക്കൾക്ക് പ്രതിമാസം 1000 രൂപ വീതം ധനസഹായം നൽകും. കണക്ട് വർക്ക് സ്കോളർഷിപ്പ് എന്ന പേരിലുള്ള ഈ പദ്ധതിയിൽ 5 ലക്ഷം യുവതി യുവാക്കൾ ഗുണഭോക്താക്കളാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രതിമാസം 1000 രൂപ വീതം നൽകുന്ന ഈ പദ്ധതിക്കായി സർക്കാർ പ്രതിവർഷം 600 കോടി രൂപ ചെലവിടേണ്ടതായി വരും. കുടുംബശ്രീ ADSകൾക്കുള്ള പ്രവർത്തന ഗ്രാൻഡ് ഇതോടൊപ്പം നിശ്ചയിച്ചിട്ടുണ്ട്. 1997 ആരംഭിച്ച ജനകീയാസൂത്രണ പദ്ധതിയുടെ പശ്ചാത്തലത്തിൽ കേവല ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി സംസ്ഥാന സർക്കാർ രൂപം നൽകിയ കുടുംബത്തിൻ്റെ ഐശ്വര്യം എന്നർത്ഥം വരുന്ന കുടുംബശ്രീ പദ്ധതി ഇന്ന് കേരള സംസ്ഥാനമാകമാനം വ്യാപിച്ചു കിടക്കുന്ന വനിതകളുടെ ഒരു കമ്മ്യൂണിറ്റി ശൃംഖലയായി വളർന്നിരിക്കുകയാണ്. അയൽക്കൂട്ടം, ADS, CDS എന്നിങ്ങനെയുള്ള ത്രിതല സംഘടനാ സംവിധാനത്തിലൂടെ പ്രവർത്തിക്കുന്ന കുടുംബശ്രീ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വനിതാ കൂട്ടായ്മയാണ്. അയൽക്കൂട്ടങ്ങൾ, ADS, CDS എന്നിങ്ങനെ ത്രിതല സംഘടനാ സംവിധാനത്തിലൂടെയാണ് കുടുംബശ്രീ പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാന ഘടകമാണ് അയൽക്കൂട്ടങ്ങൾ. പ്രാദേശിക തലത്തിൽ 10 മുതൽ 20 വനിതകളെ വരെ ഉൾപ്പെടുത്തിയാണ് അയൽക്കൂട്ടങ്ങൾ രൂപീകരിക്കുന്നത്. ഒരു തദ്ദേശഭരണ പ്രദേശത്തെ ഓരോ വാർഡിലെയും അഫിലിയേഷൻ നേടിയിട്ടുള്ള അയൽക്കൂട്ടങ്ങളുടെ സംയോജിത രൂപമാണ് ADS. കേരളത്തിലെ എല്ലാ വാർഡിലും പ്രവർത്തിക്കുന്ന കുടുംബശ്രീയുടെ സംസ്ഥാനത്താകെയുള്ള 19,470 ADSകൾക്ക്, ADS എന്ന് പറഞ്ഞാൽ ഏരിയ ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയാണ്, ആ ADSകൾക്കുള്ള പ്രവർത്തന ഗ്രാൻഡായി പ്രതിമാസം 1000 രൂപ വീതം നൽകുന്ന പദ്ധതി ഇന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് ഒരു ADSന് മാസം തോറും 1000 രൂപ നൽകുമ്പോൾ പ്രതിവർഷം 23,40,00,000 രൂപയാണ് സർക്കാർ നീക്കിവെക്കേണ്ടത്. ഇത് മൂന്നും പുതിയ പദ്ധതികളാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ 3 കാര്യങ്ങൾ. നവകേരള സദസ്സ് സംസ്ഥാനത്താകെ
വിവിധ വിഭാഗം ജനങ്ങളുമായി നടത്തിയ സംവാദ പരിപാടികൾ, അതിൻ്റെ ഭാഗമായുള്ള ചർച്ചകൾ, ഇങ്ങനെ വലിയൊരു പ്രക്രിയയിലൂടെയാണ് ഈ തീരുമാനങ്ങളിലേക്ക് എത്തിയത്. പുതിയ പദ്ധതികൾക്ക് പുറമെ നിലവിലെ ആനുകൂല്യങ്ങളും പദ്ധതികളും പരിഷ്കരിക്കണമെന്നും സർക്കാർ കാണുകയാണ്. സമൂഹത്തിലെ സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്ന അശരണരും നിരാലംബരുമായവർക്ക് കൈത്താങ്ങുന്ന നിലക്കാണ് സർക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നത്. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ, ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ, സർക്കസ്, അവശ കലാകാര പെൻഷനുകൾ എന്നിവ നിലവിൽ പ്രതിമാസം 1600 രൂപയാണ്. ഈ തുക മുടക്കം കൂടാതെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നത് വളരെ പ്രയാസകരമായ ദൗത്യമാണ്. അത് മുടങ്ങാതെ നിറവേറ്റാൻ അതീവ ശ്രദ്ധയും ജാഗ്രതയുമാണ് സർക്കാർ പുലർത്തിയത്. ഒരു ഗഡു പോലും അനിശ്ചിതമായി കുടിശ്ശികയാകാതിരിക്കാൻ ശ്രദ്ധിച്ചു. ഏത് പ്രതിസന്ധി വന്നാലും പെൻഷൻ തുക നൽകുമെന്ന് ദൃഢനിശ്ചയമെടുത്തു. ഇപ്പോൾ സർക്കാർ നിലവിലെ പ്രതിമാസ പെൻഷൻ 1600-നോടൊപ്പം 400 രൂപ കൂടി ഉയർത്തി പ്രതിമാസം 2000 രൂപയായി വർദ്ധിപ്പിച്ചതായി പ്രഖ്യാപിക്കുകയാണ്. പ്രതിവർഷം 2000 രൂപ മാസം പ്രതി കൊടുക്കുമ്പോൾ പ്രതിവർഷം ഏകദേശം 13,000 കോടി രൂപയാണ് ഈ ക്ഷേമ പെൻഷൻ വിതരണത്തിനായി സർക്കാർ നീക്കിവെക്കുന്നത്. സംസ്ഥാന സർക്കാർ ജീവനക്കാർ, അധ്യാപകർ, പെൻഷൻകാർ എന്നിവർക്ക് നൽകാനുള്ള DA, DR കുടിശ്ശിക ഈ സാമ്പത്തിക വർഷത്തിൽ 2 ഗഡു നൽകിയിട്ടുണ്ട്. കോവിഡ് കാലത്തെ സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും പ്രഖ്യാപിച്ച മെച്ചപ്പെട്ട ശമ്പള പരിഷ്കരണത്തിൻ്റെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ സാമ്പത്തിക വർഷം തന്നെ 1 ഗഡു DA, DR കൂടി അനുവദിക്കുന്നതായി പ്രഖ്യാപിക്കുകയാണ്. മുൻഗഡുക്കളിൽ 2%, 3% അനുവദിച്ചിരുന്നെങ്കിൽ ഇത്തവണ അത് 4% നവംബർ മാസത്തിൽ വിതരണം ചെയ്യുന്ന ശമ്പളം, പെൻഷൻ ഇവയോടൊപ്പം നൽകും. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ 11ാം ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ 1ഉം 2ഉം ഗഡുക്കൾ ഈ വർഷം നൽകിയിട്ടുണ്ട്. 3ഉം 4ഉം ഗഡുക്കൾ ഈ സാമ്പത്തിക വർഷം തന്നെ അനുവദിക്കും. 2006 ഏപ്രിൽ 1 ശേഷം ഈ കുടിശ്ശിക തുക PF-ൽ ലയിപ്പിക്കുന്നതാണ്. PF ഇല്ലാത്തവർക്ക് പണമായി 2026 ഏപ്രിൽ 1 ശേഷം നൽകും. അംഗൻവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും പ്രതിമാസ ഓണറേറിയം 1000 രൂപ വീതം വർദ്ധിപ്പിക്കുന്നതായി പ്രഖ്യാപിക്കുന്നു. 66,240 പേർക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിക്കും. 1000 രൂപ വീതം അംഗൻവാടി വർക്കർമാർ, ഹെൽപ്പർമാർ അവരുടെ പ്രതിമാസ ഓണറേറിയം 1000 രൂപ വീതം വർദ്ധിപ്പിക്കുന്നു. 1000 രൂപ വീതം പ്രതിമാസം വർദ്ധിപ്പിക്കുമ്പോൾ 66,240 പേർക്കാണ് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുക. അതിന് പ്രതിവർഷം 934 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിനു മുൻപ് 2024 ഓണറേറിയം വർദ്ധിപ്പിച്ചത്.
സാക്ഷരതാ പ്രേരക്മാരുടെ അവരെ തുടർ വിദ്യാകേന്ദ്രം നോഡൽ പ്രേരക്മാർ അവരുടെ പ്രതിമാസ ഓണറേറിയം 1000 രൂപയായി വർദ്ധിപ്പിക്കും. ഈ ഇനത്തിൽ പ്രതിവർഷം 5,50,00,000 രൂപയാണ് അധികമായി ചിലവാകുക. ഇതേവരെയുള്ള കുടിശ്ശിക മുഴുവൻ നൽകുകയും ചെയ്യും. ആശാവർക്കർമാരുടെ പ്രതിമാസ ഓണറേറിയം 1000 രൂപ വർദ്ധിപ്പിക്കും. 26,125 പേർക്കാണ് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുക. ഈ ഇനത്തിലെ പ്രതിവർഷം 250 കോടി രൂപയാണ് ചിലവാകുന്നത്. അതായത് ആശാവർക്കർമാർക്ക് പ്രതിമാസ ഓണറേറിയം 1000 രൂപ വർദ്ധിപ്പിക്കുമ്പോൾ ഒരു വർഷം 250 കോടി രൂപയുടെ ചിലവുണ്ടാകും. ഇതേവരെയുള്ള കുടിശ്ശിക മുഴുവൻ നൽകുകയും ചെയ്യും. സംസ്ഥാനത്താകെ 13,327 പാചക തൊഴിലാളികളാണുള്ളത്. ഇവരുടെ പ്രതിദിന കൂലി 50 രൂപ വർദ്ധിപ്പിക്കും. ഈ ഇനത്തിൽ പ്രതിവർഷം 16 കോടി രൂപയുടെ അധിക ചെലവ് വരും. പ്രീ പ്രൈമറി ടീച്ചർമാരും ആയമാരും ഇവരുടെ പ്രതിമാസ വേതനം 1000 രൂപ വർദ്ധിപ്പിക്കുന്നു. ഈ ഇനത്തിൽ പ്രതിവർഷം 5,72,00,000 രൂപ അധികമായി ചെലവ് വരും. ഗസ്റ്റ് ലെക്ചർമാരുടെ പ്രതിമാസ വേതനം പരമാവധി 2,000 രൂപ വർദ്ധിപ്പിക്കുന്നു. ഈ ഇനത്തിൽ പ്രതിവർഷം 2,07,00,000 രൂപയാണ് ചെലവ് വരിക. റബ്ബർ ഉൽപ്പാദന ഇൻസെൻറ്റീവ് പദ്ധതി പ്രകാരം റബ്ബർ കർഷകർക്ക് നൽകി വരുന്ന റബ്ബറിൻ്റെ താങ്ങുവില കിലോഗ്രാമിന് 180 രൂപയിൽ നിന്നും 200 രൂപയാക്കി ഉയർത്തും. ഈ പദ്ധതികളും ആനുകൂല്യങ്ങളും കേരള പിറവി ദിനമായ നവംബർ 1 മുതൽ പ്രാബല്യത്തിൽ വരും. ഇത് നടപ്പിലാക്കുന്നതിനായി ബന്ധപ്പെട്ട വകുപ്പുകൾ അടിയന്തര നടപടി സ്വീകരിക്കും. നവംബർ 1 മുതൽ ഇതെല്ലാം നടപ്പിലാവുകയാണ്. ഇതോടൊപ്പം നെല്ലിൻ്റെ സംഭരണ വില ഇപ്പോൾ 28 രൂപ 20 പൈസയാണ്. അതിൽ നിന്ന് ആ സംഭരണ വില 30 രൂപയായി വർദ്ധിപ്പിക്കാൻ ഇന്നത്തെ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മന്ത്രിസഭാ യോഗം ഇന്ന് തീരുമാനിച്ചത്. കേന്ദ്രം സൃഷ്ടിക്കുന്ന സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ പശ്ചാത്തലത്തിലും ജനങ്ങളോടുള്ള പ്രതിബദ്ധതയാണ് സർക്കാർ പ്രധാനമായി കാണുന്നത്. അതുകൊണ്ടാണ് എല്ലാ പ്രയാസങ്ങളും മാറ്റിവെച്ച് ഈ വർദ്ധിച്ച ആനുകൂല്യങ്ങൾ നൽകാൻ തയ്യാറാകുന്നത്. ഇതിനു പുറമെ മറ്റ് ചില നടപടികൾ കൂടി അറിയിക്കാനുണ്ട്. കേരള നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ തൊഴിലാളികളുടെ പെൻഷൻ അത് കുടിശ്ശികയായി കിടക്കുന്നുണ്ട്. ആ കുടിശ്ശിക കൊടുത്തു തീർക്കും. ഇതിന് വേണ്ടിവരുന്ന തുക 992 കോടി രൂപയാണ്. ഇത് കണ്ടെത്താൻ വായ്പയെടുക്കും. കേരള അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് ക്ഷേമനിധി പെൻഷൻ കുടിശ്ശികയും കൊടുത്തു തീർക്കും. ഇതിന് 24,60,00,000 രൂപയാണ് ആവശ്യമായി വരുന്നത്. ഈ തുക അധിക അംശാദായമായി സർക്കാർ ഈ വർഷം നൽകും. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ്, അധിക ധനസഹായം, 9-10 ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള പ്രീ മെട്രിക് സ്കോളർഷിപ്പ്, അനാരോഗ്യകരമായ ചുറ്റുപാടുകളിൽ ജോലി ചെയ്യുന്നവരുടെ മക്കൾക്കുള്ള പ്രീ മെട്രിക് സ്കോളർഷിപ്പ്, ഇവയ്ക്ക് സംസ്ഥാന വിഹിതം 18,20,00,000 രൂപ ഒറ്റത്തവണയായും അധിക ധനസഹായമായി 220,25,00,000 രൂപയും അനുവദിക്കും.
പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് 40,35,00,000 രൂപ ഒറ്റത്തവണയായി അനുവദിക്കും. മത്സ്യത്തൊഴിലാളി വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പിന് 25 കോടി രൂപ അനുവദിക്കും. സ്കോളർഷിപ്പ് ഇനത്തിൽ ആകെ 303,80,00,000 രൂപയാണ് അനുവദിക്കുക. വകുപ്പുകളുടെ ബജറ്റ് വിഹിതത്തിൽ നിന്നും നൽകുന്ന ധനസഹായ പദ്ധതികൾ കുടിശ്ശിക ഉൾപ്പെടെ കൊടുത്തു തീർക്കുന്നതിനായി 498,36,00,000 രൂപ അധികമായി നൽകും. തണൽ പദ്ധതി മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്കുള്ള ധനസഹായം 207,40,00,000 രൂപ. ഖാദി തൊഴിലാളികൾക്കുള്ള പൂരക വരുമാന പദ്ധതി 44 കോടി രൂപ. ഖാദി സ്ഥാപനങ്ങൾക്കും ഖാദി ബോർഡിന് കീഴിലുമുള്ള പ്രോജക്റ്റുകൾക്ക് അനുവദിക്കുന്ന റിബേറ്റ് 58 കോടി രൂപ. ഖാദി തൊഴിലാളികൾക്കുള്ള ഉത്സവ ഭത്തയും ഉൽപ്പാദന ഇൻസെൻറ്റീവും 2,26,00,000 രൂപ. യൂണിഫോം വിതരണത്തിൻ്റെ ഭാഗമായി കൈത്തറി തൊഴിലാളികൾക്കുള്ള കൂലിയും റിബേറ്റും 50 കോടി രൂപ. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട മിശ്ര വിവാഹിതർക്കുള്ള ധനസഹായം 64 കോടി രൂപ. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട മിശ്ര വിവാഹിതർക്കുള്ള ധനസഹായം 1,17,00,000 രൂപ. മിശ്ര വിവാഹിതർക്കുള്ള ധനസഹായം 11,85,00,000 രൂപ. വന്യമൃഗ ആക്രമണങ്ങൾക്ക് ഇരയാകുന്നവർക്കുള്ള ധനസഹായം 16 കോടി രൂപ. മലബാർ ദേവസ്വത്തിൻ്റെ കീഴിലുള്ള ആചാര്യസ്ഥാനീയർ, കോലധാരികൾ എന്നിവർക്കുള്ള ധനസഹായം 82 ലക്ഷം രൂപ. പമ്പിംഗ് സബ്സിഡി 42,86,00,000 രൂപ. ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട ധനസഹായങ്ങളും മറ്റാനുകൂല്യങ്ങളുമാണ് ഇനി പറയുന്നത്. ലെപ്രസി, ക്യാൻസർ, ക്ഷയരോഗികൾക്കുള്ള ധനസഹായം സമയബന്ധിതമായി നൽകുന്നതിന് പണം അനുവദിക്കും. കാസ്പ്, KBF പദ്ധതികളുടെ സുഗമമായ നടത്തിപ്പിനായി കുടിശ്ശിക നിവാരണത്തിനായി അധികം വേണ്ട തുക കൂടി ചേർത്ത് IBDS മുഖേന പണം നൽകും. ആരോഗ്യകിരണം, ശ്രുതിതരംഗം പദ്ധതികൾക്ക് പൂർണ്ണമായും തുക അനുവദിക്കും. മരുന്ന് വിതരണവുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ നീക്കുവാൻ KMSCL-ന് 914 കോടി രൂപ IBDS മുഖേന അനുവദിക്കും. സപ്ലൈകോ വിപണി ഇടപെടൽ ഇനത്തിൽ കുടിശ്ശിക തീർക്കുന്നതിനായി 110 കോടി രൂപ അനുവദിക്കും. നെല്ല് സംഭരണത്തിൽ ബാക്കി നൽകാനുള്ള തുക ഉടൻ അനുവദിക്കും. കൺസോർഷ്യം വായ്പയിൽ നിന്നോ മറ്റു വഴികളിലൂടെയോ കുടിശ്ശിക തീർക്കാനുള്ള തുക കണ്ടെത്തും. ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരമുള്ള ചെലവുകൾക്കായി 194 കോടി രൂപ അനുവദിക്കും. കരാറുകാരുടെ കുടിശ്ശിക BDS വഴി കൃത്യതയോടെ നൽകും. ഈ ഇനത്തിൽ ആകെ 3,094 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിക്കായി ബജറ്റിൽ വകയിരുത്തിയ 1000 കോടി രൂപ ഈ സാമ്പത്തിക വർഷം ഡിസംബർ 31 വരെ സമർപ്പിക്കുന്ന ബില്ലുകൾക്ക് BDS ഒഴിവാക്കി മുൻഗണന നൽകി നേരിട്ട് തുക അനുവദിക്കും. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കുന്ന 10 പദ്ധതികൾക്കുള്ള കുടിശ്ശിക തീർക്കുന്നതിനായി 88,38,00,000 രൂപ അനുവദിക്കും. വയോമിത്രം 30 കോടി രൂപ, സ്നേഹപൂർവം 43,24,00,000 രൂപ, ആശ്വാസകിരണം 6,55,00,000 രൂപ, സ്നേഹസ്പർശം 25 ലക്ഷം രൂപ, മിഠായി 7,99,00,000 രൂപ, വി കെയർ 24 ലക്ഷം. ഇങ്ങനെയാണ് അനുവദിക്കുക. 2025 മാർച്ച് മാസം വരെയുള്ള പുതിയ അപേക്ഷകൾ പരിഗണിക്കാനും തീരുമാനമെടുത്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ആശ്വാസകിരണം പദ്ധതിക്ക് 55 കോടി രൂപയും സമാശ്വാസം പദ്ധതിക്ക് 3,10,00,000 രൂപയും കൂടി വേണ്ടി വരും. കുടിശ്ശിക ഉൾപ്പെടെ മൊത്തം ആവശ്യമായ 146,48,00,000 രൂപ അനുവദിക്കും.
പ്രവാസി ക്ഷേമ ബോർഡിൻ്റെ പെൻഷൻ പദ്ധതി തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി 70 കോടി രൂപ അനുവദിക്കും. ഖാദി ബോർഡ്, കരകൗശല വികസന കോർപ്പറേഷൻ, ബാംബു കോർപ്പറേഷൻ, മരം കയറുന്നവർക്കുള്ള പെൻഷൻ, തോട്ടം തൊഴിലാളികൾക്കുള്ള ധനസഹായം, വൃദ്ധസദന കൗൺസിലർമാർക്കുള്ള ഓണറേറിയം എന്നിവയ്ക്കായി ആകെ 78 കോടി 26 ലക്ഷം രൂപ അനുവദിക്കും. ബജറ്റ് വിഹിതമില്ലാത്ത സുരഭി, ഹാൻഡ്വീവ്, ഹാൻഡെക്സ് എന്നീ സ്ഥാപനങ്ങൾക്ക് കുടിശ്ശിക തീർക്കുന്നതിനായി 20 കോടി 61 ലക്ഷം രൂപ നൽകും. ഒരിക്കൽ കൂടി പറയാണ്, 2016-ലും 2021-ലും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമ്പോൾ ഞങ്ങൾ ജനങ്ങൾക്ക് നൽകിയ ഉറപ്പുകളുണ്ട്. അവ ഒന്നൊന്നായി നടപ്പാക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്നതാണ് ഈ 10 വർഷക്കാലത്തെ അനുഭവം. മുൻകാലങ്ങളിലെ പതിവ് മാറ്റി 2021-ൽ കേരളത്തിലെ ജനങ്ങൾ തീരുമാനിച്ച ഭരണ തുടർച്ചയാണ് ഏത് പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള വർദ്ധിച്ച കരുത്ത് നമ്മുടെ നാടിന് നൽകിയത്. ജനങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണയോടെ നവകേരളം കെട്ടിപ്പടുക്കുന്നതിനുള്ള ദൃഢനിശ്ചയവുമായി സർക്കാർ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് വെക്കാനുള്ളത്. അതുമായി ബന്ധപ്പെട്ട് വരുമല്ലോ, സ്ത്രീ സുരക്ഷ അതുമായി ബന്ധപ്പെട്ട് തന്നെ വരുമല്ലോ. അത് പറഞ്ഞല്ലോ, അതിൻ്റെ വ്യക്തമായി പറഞ്ഞല്ലോ, കൃത്യമായ വയസ്സ് പറഞ്ഞല്ലോ. അതാ അതിൻ്റെ ഭാഗമായിട്ടാണ് വരിക. അതിപ്പോൾ തീരുമാനമായി. അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഇനി ഞങ്ങൾ ചർച്ച ചെയ്ത് ഒരു നിലപാടെടുത്തോളൂ. ഇപ്പം ഏതായാലും മരവിപ്പിച്ചല്ലോ. അല്ല, മരവിപ്പിക്കുക വെച്ചാൽ റിവ്യൂ ചെയ്യാന്നുണ്ടല്ലോ. ആ റിവ്യൂ ചെയ്യുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകാതിരിക്കലാണ് നല്ലത്. അതിൻ്റെ കാര്യം അതെ, അതിന് നിങ്ങൾക്ക് ധാരാളം സംശയങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ ഒരു നിലപാടെടുത്തല്ലോ, ആവശ്യമായ കാര്യങ്ങളെല്ലാം പൊതുസമൂഹത്തിന് മുന്നിൽ ഉയർന്നു വന്നല്ലോ. അതൊക്കെ നിങ്ങൾക്ക് ലേശം രസം തന്നിട്ടുണ്ട്. പക്ഷേ അത്തരം കാര്യങ്ങളല്ല ഇപ്പം ചർച്ച ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ ചർച്ച ചെയ്യേണ്ടത് അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അവസാനിച്ചു. ഒരു നല്ല രീതിയിൽ കാര്യങ്ങൾ പരിശോധിക്കാനൊരു സമിതിയെ ചുമതലപ്പെടുത്തി. ആ സമിതിയുടെ പരിശോധന നടക്കുന്നതുവരെ PMCയുമായി ബന്ധപ്പെട്ട നടപടികൾ ഇവിടെ നടപ്പാക്കില്ല എന്ന് കാണുകയും ചെയ്തു. അവിടെ അല്ല, ആ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനാണല്ലോ ഇപ്പോൾ ഒരു സമിതി വന്നിട്ടുള്ളത്. ആ സമിതി വന്ന സാഹചര്യത്തിൽ ഇനി അതുമായി ബന്ധപ്പെട്ട് മറ്റു കൂടുതൽ അഭിപ്രായങ്ങൾ ഇപ്പോൾ പറയുന്നത് ഒരു നല്ല കാര്യമല്ല. അത് പിന്നെ പെട്ടെന്ന് തന്നെ വരുമല്ലോ. ഇപ്പോൾ പെട്ടെന്നെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഇനി കുറച്ച് നാൾ കഴിഞ്ഞാൽ വലിയ തിരക്കിലാവുമല്ലോ. അതിൻ്റെ എല്ലാം അതിൻ്റെ തിരക്ക് കഴിഞ്ഞിട്ട് കാര്യങ്ങൾ നടക്കുമല്ലോ. അല്ല, എങ്ങനെയുള്ള പല ആക്ഷേപങ്ങളും ഉന്നയിക്കുന്ന ഒരു സ്ഥിരം പതിവായിട്ട് വന്നിട്ടുണ്ടല്ലോ. ആ പതിവ് അവർക്ക് ഉപേക്ഷിക്കാൻ കഴിയില്ല. കാരണം അവർ കാണുന്നത് ഞങ്ങൾക്കുള്ള പൊതുവായ സ്വീകാര്യത അത് എങ്ങനെ തകർക്കാൻ പറ്റുമെന്ന് നോക്കലാണ്. അതിൻ്റെ ഭാഗമായുള്ള ആക്ഷേപങ്ങളും ദുരാരോപണങ്ങളും സാധാരണ അവരുന്നയിച്ചു കൊണ്ടേയിരിക്കാറുണ്ട്. പക്ഷേ അവരുടെ നിർഭാഗ്യം എന്ന് പറയട്ടെ, ജനങ്ങളതൊന്നും സ്വീകരിക്കുന്നില്ല. കാരണം ജനങ്ങൾക്ക് ഞങ്ങളുടെ നിലപാടുകളുടെ വിശ്വാസ്യത പൂർണ്ണമായും ബോധ്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ ഏതെങ്കിലും തരത്തിൽ ഒരു വർഗീയതയുമായി ചേർത്ത് നിർത്താൻ ശ്രമിച്ചാൽ അത് വിലപ്പോകുമെന്ന് ആരും അത്ര പെട്ടെന്ന് കണക്കാക്കേണ്ടതായിട്ടില്ല. എന്നാൽ നല്ല രീതിയിൽ അതിന് പ്രചരണം കൊടുക്കാൻ ചിലർ തയ്യാറാകുന്നുണ്ട് എന്നുള്ളതും നമ്മുടെ നാട്ടിലൊരു വസ്തുതയാണ്.
ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പിലാകുമോ? അത് ഈ PMCയുടെ പദ്ധതി ഭാഗമായി അത്തരം ആശങ്കകൾ ഉയരുന്നുണ്ടല്ലോ, അതെങ്ങനെയാണ് പരിഹരിക്കുക? ആ കാര്യത്തിൽ വ്യക്തതയുണ്ട്, അതിനെപ്പറ്റി ഒരാശങ്കയില്ല. അത് ഇതുമായി ബന്ധപ്പെട്ട കാര്യമല്ല. ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി അതിൻ്റെ മറവിൽ ഒരു RSS അജണ്ട നടപ്പാക്കാനുള്ള താല്പര്യമാണ്. അതിലൂടെയാണ് നമ്മുടെ പൊതു പാഠ്യപദ്ധതിയിൽ നിന്ന് ഗാന്ധിവധം മറ്റൊരു രീതിയിൽ ചിത്രീകരിക്കാൻ ശ്രമിച്ചത്. അത് ഞാൻ പറഞ്ഞു കഴിയട്ടെ. അതിൻ്റെ ഭാഗമായി തന്നെയാണ് മറ്റു തരത്തിലുള്ള വക്രീകരണങ്ങൾ വന്നത്. എന്നാൽ നമ്മളെന്താ ചെയ്തത്? ആ ചരിത്ര ഭാഗങ്ങൾ പ്രത്യേകമായി തന്നെ പഠിപ്പിക്കുന്ന നിലയാണ് സ്വീകരിച്ചത്. ആ കാര്യങ്ങളിൽ ഒരു തരത്തിലുള്ള മാറ്റമോ വ്യതിയാനമോ നമ്മുടെ കേരളത്തിലുണ്ടാകില്ല. കാരണം അത്തരം നയങ്ങളോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ രാജ്യത്ത് ഇത്തരമൊരു നിലപാട് സ്വീകരിച്ച ഏക സംസ്ഥാനം മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ സംസ്ഥാനമാണ്. അത് തുടരുക തന്നെ ചെയ്യും. പദ്ധതിയിൽ ഒപ്പിടുന്നതിന് മുമ്പ് തന്നെ CPIയോട് ഒരു ചർച്ച നടത്തിയിരുന്നുവെങ്കിൽ ഈ ഒരു അവസ്ഥ ഉണ്ടാവുക. സാധാരണ മുഖ്യമന്ത്രി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്നോട്ട് പോകുന്ന ആളല്ല. ഇതിപ്പോ വലിയ നാണക്കേടായില്ലേ സമൂഹത്തിന് മുന്നിൽ? അവരോട് ചോദിക്കാമായിരുന്നില്ല. എന്താ അതിന്റെ അഭിപ്രായം? ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളിലും ചർച്ച ചെയ്ത് തീരുമാനമായല്ലോ. ഇപ്പോൾ അതിലേക്ക് നമ്മൾ പോകാതിരിക്കലാണ് നല്ലത്. അല്ല, അതിൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കാനല്ല ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത്. ആ സാഹചര്യങ്ങൾ വിശദീകരിക്കുന്നത് ഇന്നത്തെ നിലയിൽ ഒരു നല്ല കാര്യമല്ല. അതുകൊണ്ടാണ്. കാരണം ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പൊതുവിൽ തീരുമാനിച്ചിട്ടുള്ളത് ഇത് നമ്മൾ റിവ്യൂ ചെയ്യുന്നു. ആ റിവ്യൂ ചെയ്യുന്നതിൻ്റെ ഭാഗമായി തൽക്കാലം ഈ ഘട്ടത്തിൽ തീരുമാനം, ഒരു കമ്മിറ്റി വന്നല്ലോ, ആ സബ് കമ്മിറ്റിയുടെ പരിശോധന പൂർത്തിയാകുന്നതുവരെ PMC പദ്ധതി ഇവിടെ നടപ്പാക്കുന്നില്ല. അങ്ങനെയൊരു നിലപാടെടുത്തു കഴിഞ്ഞ സാഹചര്യത്തിൽ പിന്നെ അതിൻ്റെ മറ്റു കാര്യങ്ങൾ ഞാനിപ്പോൾ പറയുന്നത് അത് ഗുണകരമായൊരു കാര്യമല്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എന്താ വലിയ ജനക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു, വലിയ പദ്ധതികളാണ് ഇപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി നവകേരളത്തിന്റെ ഭാഗമായി ഒക്കെ പ്രഖ്യാപിക്കുന്നത്. പണം എവിടെ നിന്നുള്ള ചോദ്യമായിരിക്കും പ്രതിപക്ഷം നയിക്കുന്നത്. അത് ഇത് കൊടുത്തില്ലെങ്കിലല്ലേ പണം ഇവിടുന്നത്. പണം കയ്യിലുണ്ടാകുന്നതോടല്ലേ കൊടുക്കുന്നത്. ഈ പദ്ധതിയുമായി ഒപ്പിടാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധി തന്നെയായിരുന്നു. സാധാരണ ഇതെല്ലാം ഞാൻ പറഞ്ഞു, അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു ചോദ്യങ്ങൾ ഇപ്പം ഞാൻ ഒഴിവാക്കുകയാണ്. ഇതിനൊന്നും എൻ്റെ കയ്യിൽ മറുപടി ഇല്ലാത്തതുകൊണ്ടല്ല. ഞാൻ പറയുന്നത് കേൾക്ക്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് ഞാനിപ്പോൾ വിശദീകരണം നൽകുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. അത് വിശദീകരണം ഇല്ലാത്തതുകൊണ്ടല്ല. ഇപ്പം ഞങ്ങൾ എത്തിച്ചേർന്നൊരു ധാരണയുണ്ട്. ആ ധാരണയിൽ നിന്ന് വ്യതിചലിച്ച് പോകാൻ ഞാൻ തയ്യാറല്ല. അതാണ്. അതല്ലേ നേരത്തെ ഒരാൾ ചോദിച്ചത്. നിങ്ങൾ മൈക്ക് വെച്ച് ചോദിക്കുന്നത് മാത്രമേ ഉള്ളൂ. മൈക്കില്ലാതെ നേരത്തെ ചോദിച്ചില്ലേ? നിങ്ങൾ മൈക്ക് ചോദിക്കുന്നതുകൊണ്ട് മാത്രം ഞാനതിന് മറുപടി പറയൂ. ഇപ്പം ഏതായാലും പ്രഖ്യാപിച്ചല്ലോ, ഏതിൻ്റെ അടിസ്ഥാനത്തിലായാലും അതിരിക്കട്ടെ. അതൊക്കെ അവരെ കാര്യം വെച്ചല്ല ഞാൻ പറയുന്നത്. ഇതിനേക്കാൾ ഒരുപാട് ആളുകളെ മറ്റു സംസ്ഥാനങ്ങളിൽ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോഡി സർക്കാർ മുക്തമാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു പദ്ധതി വേണം. അതിൽ നല്ലതല്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ ഏറ്റവും നമുക്കെല്ലാവർക്കും സന്തോഷിക്കാമല്ലോ. നമ്മുടെ നാട് മാത്രമേ നന്നാകാൻ പാടുള്ളൂ നമുക്കുണ്ടോ? എല്ലാ നാടും നന്നായി വരട്ടെ. പക്ഷേ എവിടെയാണെന്ന് പറയണ്ടേ? ഇങ്ങനെ മൊത്തം പറഞ്ഞാൽ മതിയോ? ഈ കണക്കുകൾ ഞങ്ങളതല്ലാലും ഇന്ത്യ ഗവൺമെൻറ് തന്നെയല്ലേ. ഇന്ത്യ ഗവൺമെൻറ് കണക്ക് വരുമ്പോൾ നമ്മളാണല്ലോ പല കാര്യങ്ങളിലും മുൻപന്തിയിൽ നിൽക്കുന്നത്. ഇപ്പോൾ ഈ നിലയിലെത്തിയിരിക്കുന്നു. ഇതിൻ്റെ ഗുണഫലം നമ്മുടെ നാടിന് മാത്രമല്ലല്ലോ, രാജ്യത്തിനാകെയല്ലേ വരുന്നത്. അതിദാരിദ്ര്യമുക്തമായൊരു പ്രദേശം, അത് ഇന്ത്യ രാജ്യത്ത് കേരളം എന്നൊരു സംസ്ഥാനമുണ്ട് എന്നല്ലേ ലോകം കാണുക. അപ്പോൾ ഇന്ത്യ രാജ്യത്തിനകത്ത് അതിദാരിദ്ര്യമുക്ത പ്രദേശം ഉണ്ട് എന്നല്ലേ വരും. അപ്പോൾ ഇന്ത്യക്കല്ലേ ക്രെഡിറ്റ്. ഇപ്പോൾ നമ്മൾ വിഴിഞ്ഞം പോർട്ടുണ്ടാക്കി. വിഴിഞ്ഞം പോർട്ട് കേരളത്തിൻ്റെതാണോ? രാജ്യത്തിൻ്റെ പോർട്ടായിട്ടല്ലേ പുറത്തറിയപ്പെടുക. ഇപ്പോൾ രാജ്യത്തിൻ്റെ ഒരു അഭിമാന
സ്തംഭമായിട്ടല്ലേ അത് മാറുന്നത്. അപ്പോൾ നമ്മൾ ഒരു നേട്ടമുണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മുടെ സങ്കുചിതമായ ഒരു നേട്ടം മാത്രമല്ല, നാടിൻ്റെ സങ്കുചിതമായ ഒരു നേട്ടം മാത്രമല്ല, രാജ്യത്തിൻ്റെ തന്നെ നേട്ടമായിട്ടല്ലേ അത് മാറുന്നത്. ആ നിലക്കല്ലേ അതിനെ കാണേണ്ടത്. ഈ കാര്യത്തിലുള്ള സഹായം ഉണ്ടെങ്കിൽ നല്ലത് തന്നെ. നമുക്കിപ്പോൾ ഒരു സഹായം നിഷേധിക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ ഏതൊക്കെ സഹായമാണെന്ന് അതിൻ്റെ കൂടെ പറയുന്നത് നല്ലതാണെന്ന് മാത്രം. അതെ, അതല്ലേ ഞാൻ പറഞ്ഞത്. അതിൻ്റെ ഒരു യോഗം എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും യോഗം ചേരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. 5-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് എല്ലാവരുടെയും യോഗം വിളിച്ചു ചേർക്കുക. എന്നിട്ട് പൊതുവിൽ ചർച്ച ചെയ്തൊരു നിലപാടെടുക്കാമെന്നാണ് കാണുന്നത്. ബന്ധപ്പെട്ട വലിയ വിവാദങ്ങളും അഭ്യൂഹങ്ങളും സ്റ്റേഡിയത്തിന്റെ ഒരു സ്വകാര്യ വ്യക്തിക്ക്, സ്വകാര്യ കമ്പനിക്ക് മാർഗങ്ങളില്ലാതെ കൊടുക്കാൻ പോകുന്ന ആശങ്ക വിമർശനം കോൺഗ്രസിന്റെ ഭാഗത്തേക്ക് ഉണ്ടാകുന്നത്. എന്താണ് സ്റ്റേഡിയത്തിൻ്റെ കാര്യം പറയാം. സ്റ്റേഡിയം ഇപ്പോൾ ആരുടെ കയ്യിലാണോ ഉള്ളത് അവരുടെ കയ്യിൽ തന്നെയായിരിക്കും. അതിൻ്റെ അകത്ത് ഒരു സ്വകാര്യ കമ്പനിക്കും സ്റ്റേഡിയം കൈമാറുന്ന പ്രശ്നം ഉണ്ടാവില്ല. അതെന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ കളി അവിടെ നടക്കുമെന്നാണല്ലോ കണക്കാക്കിയിരുന്നത്. ഇപ്പോഴാണല്ലോ അതിന് വേറൊരു ടേൺ വന്നിട്ടുള്ളത്. ഏതായാലും ആ കളി നടക്കുമ്പോൾ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിനനുസരിച്ച് അവിടെ മാറേണ്ടതുണ്ട്. അതിന് സ്പോൺസർഷിപ്പ് വാഗ്ദാനം ചെയ്ത ആൾക്കാർ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ നടത്താൻ വേണ്ടി സന്നദ്ധമായിട്ടുണ്ട്. ആ നടപടികൾ നടത്തുക എന്നല്ലാതെ സ്റ്റേഡിയം മുഴുവൻ അവർക്ക് വിട്ടുകൊടുക്കാൻ ഒരു ഘട്ടത്തിലും ആലോചിച്ചിട്ടില്ല. മാത്രമല്ല അങ്ങനെ വിട്ടുകൊടുക്കുകയുമില്ല. ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീടാകാം. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടാവും. നമുക്ക് പിന്നീടാകാം.